ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓക്സിജൻ ജനറേറ്റേഴ്സിനെ കുറിച്ചാണ്. നമുക്ക് ഓക്സിജൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, വീട്ടിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്സിജനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഓക്സിജൻ വീട്ടിൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. ഗൂഗിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ കൂടെ അതിൻ്റെ സജഷൻസ് ഇഷ്ടംപോലെ വരും. ഹൗ ടു മേക്ക് ഓക്സിജൻ അറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മെഷീൻസിനെ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ DIY ആയിട്ട് എങ്ങനെ ഓക്സിജൻ ജനറേറ്റേഴ്സ് ഉണ്ടാക്കാം എന്നുള്ള ഒരുപാട് സജഷൻസ് വരും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഓക്സിജൻ ജനറേറ്ററുകൾ നിങ്ങൾക്ക് വീട്ടിൽ നിർമ്മിക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. നമുക്ക് ഓക്സിജൻ ജനറേറ്ററുകൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഓക്സിജൻ ജനറേറ്ററുകൾ ഉണ്ടാക്കാൻ അതിന് വേണ്ട സാധനങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ ടെക്നോളജി എങ്ങനെയാണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിന് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഫോമുല ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ മെഡിക്കൽ ഓക്സിജൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലിക്വിഡ് ഫോമിൽ ഓക്സിജനെ എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അത് നമ്മൾ ക്രയോജനിക് സാങ്കേതിക വിദ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എയറിൽ ഓക്സിജനും ഉണ്ട്, നൈട്രജനുണ്ട്, ആർഗണുണ്ട്, അങ്ങനെ ഒരുപാട് വാതകങ്ങളുണ്ട്. അതിൽ നിന്നും ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കുന്ന, ലിക്വിഡ് ഫോമിൽ മാറ്റിയെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ക്രയോജനിക് സാങ്കേതിക വിദ്യ. അതേപോലെ തന്നെ ലിക്വിഡ് അല്ലാത്ത, അല്ലെങ്കിൽ പോർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ജനറേറ്ററുകളുമുണ്ട്. ഓക്സിജൻ ജനറേറ്റേഴ്സ് എന്നാണ് അതിന് പറയുന്നത്. അത് ലിക്വിഡ് ഫോമിലല്ല ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്നത്, അത് എയറിൽ തന്നെയാണ്, എയർ ഫോമിലാണ് അതും ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്സിജൻ ജനറേറ്ററുകളാണ്. നമുക്ക് ഒരിക്കലും ലിക്വിഡ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ വലിയ വലിയ കണ്ടെയ്നറുകളും വലിയ പ്ലാന്റുകളും വേണം. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഓക്സിജനെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എയറിൽ നിന്നും ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ നിർമ്മിക്കുന്ന മെഷീൻസ് ഓൾറെഡി നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. 62,000 രൂപ തൊട്ട് മുകളിലേക്കും 22,000, 62,000, 42,000 രൂപകൾക്കൊക്കെ ഓൺലൈനിൽ ഇങ്ങനെയുള്ള ഓക്സിജൻ ജനറേറ്റേഴ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. 80 തൊട്ട് 90% വരെ ഓക്സിജനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളിതെങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫോം എങ്ങനെയാണ്, ഇതിൻ്റെ ടെക്നോളജിയുടെ പേരെന്താണ്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾക്കിനി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ഓക്സിജൻ ജനറേറ്റർ, അല്ലെങ്കിൽ എന്താണ് ഓക്സിജൻ ജനറേറ്ററിൻ്റെ പാർട്സുകൾ എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഒരു ഓക്സിജൻ ജനറേറ്ററിന് 4-5 പാർട്ടുകളുണ്ട്. ഒരു കംപ്രസർ ഉണ്ടാവും, അതായത് നമ്മുടെ എയർ കംപ്രസർ. എയറിൽ നിന്നും, അതായത് അന്തരീക്ഷ വായു കംപ്രസ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് അത് നമ്മളൊരു ഫിൽറ്ററിലേക്ക് കടത്തി വിടുന്നു. ആ ഫിൽറ്റർ വെച്ച് നമ്മൾ അതിനകത്തുനിന്ന് മോയ്സ്ചർ കണ്ടൻറ്റ് എല്ലാം മാറ്റുന്നു. അതിനകത്ത് എയറിനെ നമ്മൾ ഡ്രൈ ആക്കുന്നു. എയറിനെ നമ്മൾ ഡ്രൈ ആക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യും. കാരണം കംപ്രസറിൽ നിന്ന് വരുന്ന എയർ ചൂടായിട്ടുള്ള എയർ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ കാറ്റടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക്ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അതിൽ നല്ല ചൂട് കാറ്റാണ് വരുന്നത്. കാരണം കംപ്രസറിനുള്ളിൽ നിന്നും പ്രഷറൈസ് ചെയ്ത് വരുന്ന കാറ്റിന് ഹീറ്റ് ഉണ്ടാവും. നമുക്കിവിടെ ശ്വസനവായുവിന് ഹീറ്റ് വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കംപ്രസറിൽ നിന്ന് വരുന്ന എയർ നമ്മൾ ആദ്യം ഒന്ന് കൂൾ ചെയ്യും. അതിന് നമുക്ക് കോപ്പർ ട്യൂബ്സ് ഉണ്ട്. കോപ്പർ ട്യൂബ്സിനകത്തൂടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ എയർ കൂളാവും. എയർ കൂളായ എയർ നമ്മളൊരു ഫിൽറ്ററിലേക്ക് കയറ്റി വിടും. അത് നമുക്ക് കൂളായ എയറിനെ നമ്മൾ സിലിക്ക ജെല്ലിൻ്റെ ഫിൽറ്റർ വഴി കയറ്റി വിടും. അതിൽ നിന്ന് നമ്മൾ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്ത് വരുന്ന എയറിനെ നമ്മൾ PSA അല്ലെങ്കിൽ പ്രഷർ സീവിങ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു ജനറേറ്റർ, PSA ജനറേറ്ററിനുള്ളിൽ നമ്മൾ സിയോട്ടിക് മോളിക്കുലർ സ്ലേവ് എന്ന് പറയുന്ന ഒരു 6 വശങ്ങളുള്ള ചെറിയ ചെറിയ പെല്ലറ്റ്സ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഈ പെല്ലറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പെല്ലറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ എയറിനുള്ളിൽ ഞാൻ പറഞ്ഞു, എയറിനുള്ളിൽ നൈട്രജൻ ഉണ്ട്, ആർഗണുണ്ട്, അങ്ങനെ ഒരുപാട് വാതകങ്ങളുണ്ട്. അത് കൂളായി വരുന്ന എയറിനെ PSA ജനറേറ്ററിനുള്ളിലേക്ക് നമ്മൾ കടത്തി വിടും. ആ എയറിനുള്ളിൽ കടത്തി വിടുമ്പോൾ അതിനുള്ളിൽ മെറ്റീരിയൽ എന്ന് പറയുന്ന സിയോട്ടിക് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നൈട്രജനെ എയറിൽ നിന്നും അബ്സോർബ് ചെയ്യും. നമ്മൾ കൊടുക്കുന്നത് നല്ല പ്രഷറൈസ് ആയിട്ടുള്ളതാണ്. ആ പ്രഷറൈസ്ഡ് എയർ അതിനുള്ളിലൂടെ പാസ്സായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനുള്ളിൽ നിന്നും നൈട്രജനെ ഈ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് ഓക്സിജൻ ആയിരിക്കും. അങ്ങനെ അബ്സോർബ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ ഓക്സിജൻ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഔട്ട്ലെറ്റിൽ നമുക്ക് കിട്ടുന്നത് ഓക്സിജനാണ്. ആ ഓക്സിജനെ നമ്മൾ ഒരു ഓക്സിജൻ ടാങ്കിലേക്ക് ശേഖരിച്ച് വെക്കും. ഇത് ലിക്വിഫൈഡ് അല്ല, ഇത് പ്യുവർ ഓക്സിജൻ, അതായത് എയർ ഫോമിലുള്ളതാണ്, ലിക്വിഫൈഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ പർപ്പസുകൾക്ക് വേണ്ടി മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് നമുക്ക് മൂവബിൾ ആണ്. അതായത് കംപ്രസറുണ്ട്, നമുക്ക് കറണ്ട് വേണം, കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. പിന്നെ ഇതിനൊരു ഫോമുണ്ട്. അതായത് ആദ്യം നമ്മൾ ഒരു
PSA ജനറേറ്ററിൻ്റെ ഒരു ബ്ലോക്കിനുള്ളിലൂടെ കയറ്റി വിടുന്നു. അതിനുശേഷം അതിൽ നിന്ന് വരുന്ന ഓക്സിജനെ പുറത്തേക്ക് എടുത്തിട്ട് അതിൽ നിന്ന് വരുന്ന നൈട്രജനെ വേസ്റ്റ് ഔട്ട്ലെറ്റിലൂടെ പുറത്തേക്ക് കളയണം. അതിനുശേഷം രണ്ടാമത്തേതിനുള്ളിലൂടെ നമ്മൾ എയർ കടത്തി വിടുന്നു. അതിനുള്ളിൽ നിന്നും വരുന്ന ഓക്സിജനെ എടുത്തിട്ട് അതിനുള്ളിൽ നിന്നുള്ള നമ്മൾ നൈട്രജനെ പുറത്തേക്ക് കളയുന്നു. ഇങ്ങനെ നൈട്രജനെ പുറത്തേക്ക് കളയുന്നത് നമ്മളൊരു വാക്വം പമ്പ് ഉപയോഗിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ സോളിനോയിഡ് വാൽവുകൾ ഉപയോഗിച്ചിട്ടാണ്. എയർ സോളിനോയിഡ് വാൽവ്സ് ഉപയോഗിച്ചിട്ടാണ്. ഈ ഓരോ എയർ സോളിനോയിഡ് വാൽവുകളും ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്താണ് നമ്മളിതിലേക്ക് എയർ കടത്തി വിടുന്നതും എയർ പുറത്തേക്ക് വിടുന്നതും. ഓക്കെ, അപ്പോൾ ഈ സോളിനോയിഡ് വാൽവുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് പ്രഷറൈസ്ഡ് എയർ, അതായത് എയർ കംപ്രസർ വെച്ച് പ്രഷറൈസ് ചെയ്ത എയർ നമ്മൾ ഇതിനകത്തൊക്കെ കടത്തിവിട്ട് അതിൽ നിന്ന് നൈട്രജനെ വേർതിരിച്ച് പുറത്തേക്ക് കളയും ഓക്സിജനെ ശേഖരിച്ചെടുക്കുകയാണ് ഈ ഓക്സിജൻ ജനറേറ്റേഴ്സ് വെച്ച് ചെയ്യുന്നത്. നമുക്കിതിനകത്ത് ഈ സിയോട്ടിക് മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഓക്സിജൻ ജനറേറ്റേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരു സൈഡിൽ നിന്ന് നമ്മൾ കംപ്രസർ ഉപയോഗിക്കുക. നമ്മുടെ ഒരു കംപ്രസർ ഉപയോഗിച്ച് എയർ കംപ്രസർ, പ്രഷർ കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് എയറിനെ എടുക്കുക. ആ എയറിനെ കൂള് ചെയ്യുക. കൂള് ചെയ്ത എയറിനെ ഫിൽട്ടർ ചെയ്യുക. ചാർക്കോളോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ എയർ ഫിൽട്രേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത എയറിനെ നമ്മൾ PSA ജനറേറ്ററിലേക്ക് കടത്തിവിടുക. ആ എയർ PSA ജനറേറ്ററിലൂടെ കടത്തിവിട്ട് കഴിയുമ്പോഴത്തേക്കും ആ എയറിൽ നിന്നും നൈട്രജനെ മാറ്റിയെടുക്കും. നമുക്ക് കൂടുതൽ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ ഓക്സിജൻ്റെ എൻഡിൽ പിന്നെയും ഫിൽട്ടേഴ്സ് വെച്ചിട്ട് നമുക്കത് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെയും നിങ്ങളൊരു ബഫർ ടാങ്കുകൾ അല്ലെങ്കിൽ മറ്റ് ഫിൽട്ടർ യൂണിറ്റുകൾ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓക്സിജൻ അതിനെ പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഇതിനകത്തൂടെ PSA ജനറേറ്ററിനകത്തൂടെ കടത്തി വിടുന്ന എയറിൽ നൈട്രജനെ നമ്മൾ പുറത്തേക്ക് കളയുന്നു. പിന്നെ ഓക്സിജൻ ഔട്ട് എൻഡിലൂടെ വരുന്നു. ആ ഓക്സിജനെ നമ്മളെടുത്ത് ഓക്സിജൻ ടാങ്കുകളിൽ ശേഖരിച്ച് വെക്കുന്നു. അതിൽ നിന്ന് നമുക്കാവശ്യമുള്ള പ്രഷറിൽ മാത്രം നമ്മൾ പുറത്തേക്ക് ഓക്സിജൻ എടുക്കാം. നേരിട്ട് ആരും അത് നമ്മൾ മാസ്ക് വെച്ച് ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഒന്നെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഇതിലേക്ക് കൊടുത്ത് ഒരു പ്രഷറൈസ്ഡ് ഒരു കണ്ടെയ്നറിലേക്ക് കൊടുത്ത് അതിൽ നിന്നും ലിമിറ്റഡ് ആയിട്ടുള്ള പ്രഷറിൽ, അതായത് നമുക്ക് ശ്വസിക്കാൻ പാകത്തിനുള്ള പ്രഷറിൽ മാത്രമേ നമ്മൾ ആ എയറിനെ പുറത്തേക്ക് എടുക്കുന്നുള്ളൂ. ഓൾറെഡി ഞാൻ പറഞ്ഞു ഓക്സിജൻ ജനറേറ്റേഴ്സ് ഓൾറെഡി നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ ഓൺലൈൻ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. സിയോട്ടിക് മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് അതായത് കുറച്ച് മെറ്റീരിയൽസ് സോളിനോയിഡ് വാൽവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കംപ്രസർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ സിയോട്ടിക് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് O2 അതായത് ഓക്സിജനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഓക്സിജൻ ജനറേറ്ററുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. പിന്നെ ഉള്ളത് VPSA എന്ന് പറയുന്നുണ്ട്, വാക്വം പ്രഷർ സ്വീവിങ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയും കൂടി ഉണ്ട്. നിങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തി അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്താണ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീട്ടിൽ ഓക്സിജൻ ജനറേറ്ററുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ആ ടെക്നോളജിയോട് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്യുക, ഇൻ്റർനെറ്റിൽ പോവുക, സെർച്ച് ചെയ്യുക. എവിടെ നിന്ന് സിയോട്ടിക് മെറ്റീരിയൽ അവൈലബിൾ ആണെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ ഓക്സിജൻ ജനറേറ്റർ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക, നിയമങ്ങളെല്ലാം പാലിക്കുക, നിയന്ത്രണങ്ങളെല്ലാം പാലിക്കുക, കോഡ് വരാതെ നോക്കുക. നമുക്ക് ഓക്സിജൻ ഷോർട്ടേജുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിലെ സ്ഥിതികൾ അങ്ങനെയല്ല. ഓക്സിജന് വളരെയധികം അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ ജനറേറ്ററുകൾ വളരെ ചെറിയ തോതിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഈ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഓക്സിജൻ ജനറേറ്ററുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റു ടെക്നോളജികൾ പഠിക്കാനുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്താണെങ്കിലും മറുപടി തരുന്നതായിരിക്കും. ഓക്കെ.